രുദ്രസംഹിത കേൾക്കുക എന്നത് ഒരു ശിവധ്യാനമാണ്, ഒരു മനസ്സിൻ്റെ ഉണർവാണ്, ഒരു ആത്മീയ യാത്രയുടെ തുടക്കമാണ്. രുദ്രസംഹിത ഈശ്വരതത്വത്തിൻ്റെ രൂപഭേദങ്ങൾ മാത്രമല്ല, അത് നമ്മുടെ ആത്മശുദ്ധിക്കുള്ള വഴി, വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാർഗമാണ്. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയവും രുദ്രസംഹിത തന്നെയാണ്. മഹാദേവന്റെ ആ മഹത്വം എന്താണ് രുദ്രസംഹിതയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. മഹാദേവന്റെ മഹിമയെ പാടുന്ന അനന്തമായ വേദപുരാണങ്ങളിൽ ശിവപുരാണം എന്നത് ആത്മാവിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു ദിവ്യഗ്രന്ഥമാണ്. അതിൻ്റെ ഹൃദയഭാഗം അതിൻ്റെ ആത്മാവായി തന്നെയാണ് നിലകൊള്ളുന്നത്. അത് രുദ്രസംഹിതയാണ്. രുദ്രസംഹിതയിലൂടെ നമുക്കറിയാൻ കഴിയുന്നത് ശിവൻ എങ്ങനെ സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ പ്രബലമായ ശക്തിയായി പ്രത്യക്ഷപ്പെടുന്നു എന്നാണ്. രുദ്രസംഹിതയിൽ നമുക്ക് ത്രിമൂർത്തികളുടെ ബന്ധത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. കൂടാതെ കാമദേവന്റെ ദഹനം, സതിയുടെ ആത്മത്യാഗം, പാർവതിയുടെ തപസ്, ശിവനും പാർവതിയും തമ്മിലുള്ള വിവാഹം, കുമാരസ്വാമിയുടെ ഉദ്ഭവം, താരകാസുരന്മാരോടുള്ള യുദ്ധങ്ങൾ എന്നിങ്ങനെ വിശ്വത്തിൻ്റെ തുടർച്ചയായി ബന്ധപ്പെട്ട പല ധാർമ്മിക ആത്മീയ സംഭവ വികാസങ്ങളും രുദ്രസംഹിതയിൽ പറയുന്നുണ്ട്. ഈശ്വരതത്വത്തിൻ്റെ രൂപഭേദങ്ങൾ മാത്രമല്ല ഇതിൽ കാണുന്നത്, ആത്മശുദ്ധിക്കുള്ള വഴി, വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാർഗമാണെന്നും പ്രതിപാദിക്കുന്നു. ഇതിൽ പ്രതിപാദിക്കുന്ന ഓരോ കഥയും, ഓരോ യുദ്ധവും, ഓരോ തപസ്സും ആത്മാന്വേഷണത്തിലേക്കുള്ള ദർപ്പണമായാണ് നിലനിൽക്കുന്നത്. രുദ്രസംഹിത ശിവപുരാണത്തിലെ 2ാം സംഹിതയാണ്. ഇത് 4ഓ 6ഓ വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള 5 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടിഖണ്ഡം, സതീഖണ്ഡം, പാർവതീകാന്ഡം, കുമാരകാന്ഡം, യുദ്ധകാന്ഡം. ഇനി എന്താണ് സൃഷ്ടികാന്ഡത്തിൽ പറയുന്നത്? സൃഷ്ടിയുടെ തുടക്കം, ത്രിമൂർത്തികളുടെ അതായത് ബ്രഹ്മ, വിഷ്ണു, ശിവന്റെ ഉദ്ഭവം, ഇവരുടേതായ ദൗത്യങ്ങൾ എന്നിവ വിശദമായി വിവരിക്കുന്നുമുണ്ട്. സൃഷ്ടിയുടെ അതിപ്രാചീന തത്വങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു, അതായത് ഭൗതിക ലോകത്തിനു മുമ്പേ ഉള്ള ചൈതന്യ തത്വം. ശിവന്റെ പരമസത്യരൂപം ഏതാണ്? സൃഷ്ടിക്ക് മുമ്പ് ശരീരമില്ലാത്ത ഏകസത്വമായാണ് ശിവഭഗവാൻ നിലകൊള്ളുന്നത്. ബ്രഹ്മാവും വിഷ്ണുവും ആരാണ് പരം എന്ന ചോദ്യത്തിന് വാശി കാണിക്കുമ്പോഴാണ് ജ്വാലയുടെ രൂപത്തിൽ ശിവൻ പ്രത്യക്ഷനാകുന്നത്. ജ്വാലയുടെ ആകൃതിയിലുള്ള ശിവലിംഗം സ്വയം പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ബ്രഹ്മാവ് മുകളിൽ കാണാൻ ശ്രമിക്കുകയും വിഷ്ണു താഴേക്ക് കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശിവഭഗവാൻ പറയുന്നു, ഞാൻ തന്നെയാണ് ആദിയും അന്തവും. ത്രിമൂർത്തികൾ പിന്നീട് ദൗത്യങ്ങൾ ഏൽക്കുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മാവ് സൃഷ്ടി, വിഷ്ണുവിന് രക്ഷ, ശിവന് സംഹാരം. ഇതുവഴി ത്രിഗുണാത്മകമായ സൃഷ്ടിയുടെ ചക്രമാണ് ആരംഭിക്കുന്നത്. ശിവൻ തൻ്റെ ധ്യാനത്തിൽ നിന്ന് സന്ധ്യയെ സൃഷ്ടിക്കുന്നു. അവൾ മനസ്സിൽ നിന്നുള്ള ദിവ്യതയാണ്, തപസ്സിന് മാതൃകയായി. ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നാണ് കാമദേവൻ ജനിക്കുന്നത്. അദ്ദേഹം അഹങ്കാരത്തോടെ സൃഷ്ടിയെ ഭരിക്കാൻ ശ്രമിക്കുമ്പോൾ ശിവഭഗവാൻ അദ്ദേഹത്തെ ദഹിപ്പിക്കുന്നു. ഇത് പിന്നീട് ശിവകാമ മോഹന പശ്ചാത്തലത്തിൻ്റെയും ഭാഗമായി പറയപ്പെടുന്നുണ്ട്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പോലും ശിവൻ നിഷ്ക്രിയമായി തന്നെയാണ് നിലകൊള്ളുന്നത്. താൻ എല്ലായ്പ്പോഴും അനന്തമാണെന്നും ആത്മവിജ്ഞാനത്തിലൂടെ മാത്രമേ ശിവത്തെ അറിയാൻ കഴിയൂ എന്നും ഈ കാണ്ഡം നമ്മെ മനസ്സിലാക്കി തരുന്നു. ശിവമെന്നത് ഒരു ദൈവം മാത്രമല്ല, അതൊരു തത്വമാണ്, സൃഷ്ടിക്കും വിചാരണയ്ക്കും മീതെയുള്ള ശുദ്ധ ചൈതന്യം. സൃഷ്ടികാന്ഡം വായിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ആത്മജ്ഞാനം വർദ്ധിക്കുന്നു, ഹൃദയത്തിൽ ശാന്തിയും ശുദ്ധിയും ലഭിക്കുന്നു, ധ്യാനശക്തി വർദ്ധിപ്പിക്കുന്നു, പാപപരിഹാരത്തിനും ശാന്തിക്കും അത്യുത്തമം. എപ്പോഴാണ് വായിക്കാൻ ഉത്തമം എന്നറിയണ്ടേ? പ്രഭാതത്തിലാണെങ്കിൽ 4:30 മുതൽ 6 മണി വരെയുള്ള സമയം അത് ശുദ്ധമായ സമയമാണ്. ശിവധ്യാനത്തിനും വേദപാരായണത്തിനും അനുയോജ്യമായ സമയം. പ്രദോഷകാലം അതായത് സന്ധ്യാവേള 6 മണി മുതൽ 7:30 വരെ ശിവഭഗവാന് പ്രിയമായ സമയമാണ്, പ്രത്യേകിച്ചും ശിവപുരാണ വായനയ്ക്കും അർച്ചനയ്ക്കും. കൊള്ളാവുന്ന ദിവസങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രതിഷ്ഠാ നാളുകൾ, തിങ്കളാഴ്ച, ശിവരാത്രി ദിവസം, ഇവയെല്ലാം ശിവപുരാണം വായിക്കുന്നതിന് അതിമഹത്തരമാണ്. എങ്ങനെയാണ് വായിക്കേണ്ടത്? ശുദ്ധമായ മനസ്സോടെ ശുദ്ധമായ ശരീരത്തോടെയും വായിക്കുക. ഓം നമഃ ശിവായ എന്ന മന്ത്രജപത്തോടെ തുടങ്ങുക. അർപ്പണഭാവത്തോടെയും ഗ്രഹിക്കാൻ ശ്രമിച്ചുകൊണ്ടും വായിക്കുക. ശിവഭഗവാന്റെ സൃഷ്ടിയെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ ശിവത്വത്തെ തിരിച്ചറിയാൻ തുടങ്ങുന്നു. സൃഷ്ടികാന്ഡം അജ്ഞാനത്തെ നീക്കി വെളിച്ചം നൽകുന്ന ദീപമായി മാറുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സതീഖണ്ഡമാണ്, അതായത് രുദ്രസംഹിതയിലെ 2ാമത്തെ ഖണ്ഡം. ശിവപുരാണത്തിലെ ഏറ്റവും ഗൗരവപൂർണമായ ഭാഗമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സതീഖണ്ഡം തന്നെ പറയണം. ഇതിൽ ദേവി സതിയുടെ ജീവചരിത്രം, ശിവനോടുള്ള അനുപമമായ ഭക്തി, ദക്ഷൻ്റെ യജ്ഞം, അഹങ്കാരത്തിൻ്റെ പ്രത്യാഘാതം, ശിവൻ്റെ കോപം, ശക്തിപീഠങ്ങളുടെ ഉദ്ഭവം, ദേവിയുടെ പുനർജന്മം ഇങ്ങനെ പോകുന്നു.
ഇവയെ ആസ്പദമാക്കി നമുക്ക് അദ്വൈതാത്മകമായ ദർശനബോധവും ആത്മവിശ്വാസവും നൽകുന്ന അതുല്യമായ ഒരു ആഖ്യാനമാണ് ശിവപുരാണത്തിലെ സതീകാണ്ഡം. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനും സ്വയംഭൂ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിക്കും ജനിച്ച മകളാണ് സതി. ബാല്യകാലം മുതൽ ദേവി ശിവനെ ഉപാസിക്കുന്ന ഭക്തയായിരുന്നു. ശിവന്റെ വിവാഹം, ദക്ഷന്റെ അപമാനം, സതിയുടെ തപസ്, ആത്മസംയമനം, ഒടുവിൽ ആത്മഹത്യ, ഇതെല്ലാം ചേർന്ന് ഈ കാണ്ഡം നമ്മെ ഭക്തിയുടെയും ധാർമ്മികതയുടെയും സത്യമായ പാഠങ്ങളിലേക്കാണ് നയിക്കുന്നത്. സതിയുടെ കഥയിലൂടെ നമുക്ക് പഠിക്കാനാകുന്നത് സത്യനിഷ്ഠ എന്ന മഹത്തായ ധർമ്മമാണ്. അഹങ്കാരത്തിൽ നിന്നുള്ള വീഴ്ച എങ്ങനെ ഉണ്ടാകുന്നു, അതുപോലെ ശിവന്റെ കരുണയും പ്രതികാരവും തമ്മിലുള്ള സമന്വയം എത്ര തത്വപ്രധാനമാണെന്നും നമ്മെ കാട്ടിത്തരുന്നു. സതീദേവിയുടെ ജനനം ഒരു സാധാരണ ജനനമല്ലായിരുന്നു. ദേവലോകം മുഴുവൻ ദേവിയുടെ അവതാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. ദേവിയുടെ ശരീരത്തിൽ തെളിഞ്ഞിരുന്ന ദിവ്യത്വം വളരെ ചെറുപ്പത്തിൽ തന്നെ ഗുണാത്മകമായ ആചാരങ്ങളെയും ശുദ്ധമായ മനസ്സിനെയും പ്രകടമാക്കിയിരുന്നു. ദേവിയെ കാണുമ്പോൾ തന്നെ ഭക്തിയും സ്നേഹവും ഉണരുമായിരുന്നു. സതി ബാല്യത്തിൽ നിന്ന് തന്നെ ശിവനെക്കുറിച്ചുള്ള ശ്രവണവും ചിന്തയും തുടങ്ങി. താത്വിക ചിന്തകളിലൂടെയും ദൈവോപാസനകളിലൂടെയും ദേവി തൻ്റെ ജീവിതം തീർത്തു. ശിവൻ മാത്രമാണ് തൻ്റെ ഭർത്താവാകേണ്ടതെന്ന് ദേവി ഉറച്ചു വിശ്വസിച്ചു. ദേവിയെ പല രാജകുമാരന്മാരും ദേവതകളും വിവാഹത്തിനായി അഭ്യർത്ഥിച്ചെങ്കിലും ശിവൻ മാത്രമാണ് തൻ്റെ മനസ്സിൽ എന്നുറച്ച് ദേവി എല്ലാ നിർദ്ദേശങ്ങളും നിരാകരിച്ചു. ദിനംപ്രതി ശിവഭഗവാനെ ധ്യാനിച്ച് ദേവി തപസ്സിൽ മുഴുകി. കഠിനമായ വ്രതങ്ങൾ, ആഹാര നിരോധനം, ഏകാഗ്രത ഇവയൊക്കെ ദേവിയുടെ പ്രതിജ്ഞയുടെയും തപസ്സിൻ്റെയും ഭാഗമായിരുന്നു. ദേവിയുടെ തപസ്സിനെ ആശീർവദിച്ച് ദേവതകൾ പോലും ഇങ്ങനെ ചിന്തിച്ചു: ദേവിയെപ്പോലെ ശുദ്ധമായ ആത്മാവുള്ളവർക്ക് ശിവനെപ്പോലെ പരമേശ്വരൻ തന്നെ യുക്തമായ ഭർത്താവായി തീരണം. ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഭക്തിയും പ്രതിജ്ഞയും എത്ര ശക്തമായിരിക്കും എന്ന് സതീദേവിയുടെ കഥാപാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്. ശിവഭഗവാനെ ലക്ഷ്യമാക്കി തപസ് ചെയ്ത ദേവിയുടെ ആത്മവിശ്വാസം ഇന്നുവരെ സ്ത്രീ ശക്തിയുടെ രൂപമായാണ് ആരാധിക്കപ്പെടുന്നത്. ശതാബ്ദങ്ങൾ നീണ്ട തപസ്സിന് ശേഷം ദേവതകളുടെയും സപ്തർഷിമാരുടെയും അഭ്യർത്ഥനയ്ക്കൊടുവിൽ ശിവഭഗവാൻ ദേവിയോട് കരുണ കാണിച്ചു. സതീദേവിയുടെ ഭർത്താവാകാൻ സമ്മതമറിയിച്ചു. ദേവലോകം മുഴുവൻ ഉത്സവമെന്നോണം ഒരുക്കം നടന്നു. ശിവൻ തൻ്റെ ഗണങ്ങൾക്കൊപ്പം പൗരോഹിത്യനായി ബ്രഹ്മാവിനെയും സാക്ഷികളായി ദേവതകളെയും ക്ഷണിച്ചു. സതിയുടെ കുടുംബം ദക്ഷന്റെ പേരിൽ ആദ്യം അംഗീകരിച്ചില്ലെങ്കിലും ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഒടുവിൽ സമ്മതിച്ചു. അതിനുശേഷം നടന്നത് ദൈവത്വം നിറഞ്ഞ ഒരു മഹാവിവാഹമായിരുന്നു. ശിവനും സതിയും സകല ജഗത്തിനും മാതാപിതാക്കളായി മാറുന്ന ആദ്യ ചുവടുവയ്പ്. ഈ ഭാഗത്തിൻ്റെ ആശയം നിഷ്കളങ്കമായ ഭക്തിയും ആത്മവിശ്വാസവും തപസ്സിൻ്റെ വഴി ദൈവത്തെ പ്രാപിക്കാൻ കഴിയുമെന്നാണ് കാട്ടിത്തരുന്നത്. സതിയും ശിവനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ആത്മീയ സാമ്യത്തിൻ്റെ പ്രതീകമാണ്. ജ്ഞാനവും ശക്തിയും തമ്മിലുള്ള ഐക്യമാണിത്. ദക്ഷൻ ഒരിക്കലും തൻ്റെ മകളായ സതീദേവി ശിവനെ വിവാഹം കഴിക്കുന്നതിൽ അനുമോദിച്ചിരുന്നില്ല. ശിവൻ സംസാരം കൈവിട്ടതും, അതായത് മൗനിയും സമൂഹത്തിനോട് ചേർന്നു പോകാത്തതും ആണെന്ന കാര്യമായിരുന്നു ദക്ഷന് ഏറ്റവും പ്രയാസം തോന്നിയത്. അദ്ദേഹം ശിവഭഗവാനെ ഗൃഹസ്ഥ വ്യൂഹത്തിൽ ഇല്ലാത്തവൻ, അപചാരനായ സന്യാസി, ശ്മശാനവാസി എന്നിങ്ങനെ ആക്ഷേപിച്ചു. ഒരു ദിവസം ദക്ഷൻ ഭൗതിക ലോകത്തെയും ദേവതകളെയും പങ്കെടുപ്പിച്ച് ഒരു മഹായജ്ഞം സംഘടിപ്പിച്ചു. ബ്രഹ്മാവ്, ദേവതകൾ, മഹർഷികൾ എല്ലാവരെയും ക്ഷണിച്ചു. ദക്ഷന്റെ അഹങ്കാരം കൊണ്ട് തന്നെ ശിവനെയും സതിയെയും ആ യാഗത്തിലേക്ക് ക്ഷണിച്ചില്ല. ശിവൻ ശുദ്ധനല്ല, അയോഗ്യനാണ് എന്ന നിലപാടിൽ നിന്നായിരുന്നു ആ നിരാകരണം. ഇതിൽ സതീദേവിക്ക് അതിയായ ദുഃഖമുണ്ടായി. സതിക്ക് പിതാവിൻ്റെ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും താനൊരു ക്ഷണമില്ലാതെ അവിടെ പോകാമോ എന്നുമുള്ള സംശയമുണ്ടായി. ശിവൻ പറഞ്ഞു: ദക്ഷന് നിനക്കെതിരെ അതിയായ ദുഃഖമുണ്ട്. നീ പോകുന്നത് നിനക്കൊരിക്കലും ഉപകാരപ്പെടില്ല. ദക്ഷൻ എന്നെ അപമാനിച്ചതുകൊണ്ട് നീ അതിൽ പങ്കുചേരേണ്ടതില്ല. പക്ഷേ സതി തൻ്റെ പിതാവിൻ്റെ യജ്ഞത്തിലേക്ക് ആത്മാഭിമാനത്തോടെ പോകാനാണ് തീരുമാനിച്ചത്. സതി യജ്ഞശാലയിലെത്തുമ്പോൾ ദേവിയെ ആരും അഭിവാദ്യം ചെയ്തില്ല. ദേവിയെ അപമാനിച്ചു. ശിവനെക്കുറിച്ചുള്ള നിന്ദകൾ ദേവി സ്വന്തം കാതുകൊണ്ട് കേൾക്കേണ്ടി വന്നു. ദക്ഷൻ ശിവനെ അയോഗ്യനും അലക്ഷ്യനും അശുദ്ധനുമെന്ന് പരിഹസിച്ചു. ശിവനെക്കുറിച്ചുള്ള അവഹേളനങ്ങൾ കേട്ട സതി വളരെ ദുഃഖിതയായി. ദേവി ഉറച്ച ശബ്ദത്തിൽ പ്രസ്താവിച്ചു: ഈ ദേഹത്തെ ഞാൻ പിതാവിൻ്റെ ഈ കോലാഹലത്തിൽ, ഈ അഹങ്കാരത്തിൽ സുസ്ഥിരമാക്കില്ല. എൻ്റെ ഭർത്താവിനെ അപമാനിക്കുന്ന ഈ സ്ഥലത്ത് ഇനി എനിക്ക് ജീവിക്കുവാൻ യോഗ്യതയില്ല. ദേവി ആ യാഗാഗ്നിയിൽ തൻ്റെ ശരീരം വെടിഞ്ഞു. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അഹങ്കാരത്തിൻ്റെ വീഴ്ചയാണ്.
ഭക്തിയുടെ ഉയർച്ചയും സ്ത്രീശക്തിയുടെ ആത്മബോധവും ഈ ഭാഗത്ത് നന്നായി വിവരിക്കുന്നു. ശിവഭഗവാൻ ഈ വാർത്ത കേട്ടു. മഹാവിനാശത്തിൻ്റെ തുടക്കം അവിടെ തുടങ്ങുകയായിരുന്നു. വീരഭദ്രൻ്റെ അവതാരവും അവിടെയാണ് തുടങ്ങിയത്. യജ്ഞത്തിന് തടസ്സം വന്നു. ദക്ഷനുള്ള ശിക്ഷയുടെ സമയവും അടുത്തു. വീരഭദ്രനും ശിവഗണങ്ങളും ചേർന്ന് ദക്ഷൻ നടത്തുന്ന യജ്ഞവേദിയിലേക്ക് കയറി യജ്ഞശാല തകർത്തു. ദേവതകൾ അതിൽ പരാജയപ്പെടുകയും ചെയ്തു. യജ്ഞത്തിൽ ഉപവസിച്ചിരുന്ന ദക്ഷൻ്റെ സഭാംഗങ്ങൾ എല്ലാം തന്നെ ഭയപ്പെട്ട് ഓടിപ്പോയി. വീരഭദ്രൻ യജ്ഞപാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം നശിപ്പിച്ചു. വീരഭദ്രൻ ദക്ഷനെ പിടിച്ചുകൊണ്ടുവന്നു തലവെട്ടി ശിക്ഷിച്ചു. ശിവന്റെ ക്രോധം അത്രത്തോളം ജ്വലിക്കുന്നതായിരുന്നു. പിന്നീട് ദേവതകൾ ശിവനെ ശാന്തനാക്കാൻ ശ്രമിക്കുകയും ദക്ഷനെ വീണ്ടും ജീവനോടെ തിരികെ കൊണ്ടുവരാൻ അപേക്ഷിക്കുകയും ചെയ്തു. ശിവൻ തൻ്റെ ശാന്തരൂപത്തിലേക്ക് മാറുകയും അജമസ്തകം ദക്ഷൻ്റെ തലയായി സ്ഥാപിക്കുകയും ചെയ്തു. ദക്ഷനെ അങ്ങനെയാണ് പുനരുജ്ജീവിപ്പിച്ചത്. ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്തെന്നാൽ അഹങ്കാരം, അവിശ്വാസം, അപമാനം എന്നിവ ദേഹവും സമൂഹവും നശിപ്പിക്കും എന്നതാണ്. ശിവന്റെ താളമേറിയ ശാന്തതയും അത്യന്തം കോപവുമായി ബന്ധപ്പെട്ട രൂപങ്ങളുടെ കഥ ഇതിലും വരുന്നുണ്ട്. ന്യായത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ഭക്തിയുടെ മഹത്വം കൂടിയാണ് ഇതിൽ ഉദ്ഘോഷിക്കുന്നത്. ദക്ഷൻ താൻ ചെയ്ത പാപങ്ങൾക്കെല്ലാം തന്നെ ക്ഷമ ചോദിച്ചു, ശിവനെ സ്തുതിച്ചു. ശിവൻ ദക്ഷനെ അനുഗ്രഹിക്കുകയും യജ്ഞം വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു. ശിവഭഗവാൻ ദുഃഖത്തോടെ ദേവിയുടെ മൃതശരീരം ചുമന്നു ഭൂമിയിൽ ചുറ്റുന്നു. ഈ അപാര ദുഃഖം ലോകത്തിൽ അസ്ഥിരതയും അനിഷ്ടഫലങ്ങളും ഉളവാക്കുന്നു. മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരം 51 ഭാഗങ്ങളായി മുറിച്ചിടുന്നു. ഈ ശരീരഭാഗങ്ങൾ വീണ ഇടങ്ങളാണ് ശക്തിപീഠങ്ങൾ എന്ന് ഇന്നറിയപ്പെടുന്നത്. ഇത് ശക്തികാന്ഡം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്തതായി പാർവതീകാന്ഡമാണ്, അതായത് സതീദേവിയുടെ പുനർജന്മം. സതീദേവിയുടെ ആത്മത്യാഗത്തിന് ശേഷം ലോകം അസ്ഥിരമാകുന്നു. ശ്രീ മഹാദേവനെ വീണ്ടും ഗൃഹസ്ഥനാക്കി ലോക സംരക്ഷണത്തിനു വേണ്ടി സതി പാർവതീദേവിയായി പുനർജനിക്കുന്നു. ഹിമവാൻ, മേനാദേവി എന്നിവർക്ക് പുത്രിയായാണ് പാർവതി ജനിക്കുന്നത്. പാർവതി ബാല്യത്തിൽ തന്നെ ശിവഭക്തയായിരുന്നു. കഠിന തപസ്സുകൾ, ഉപവാസങ്ങൾ, വ്രതങ്ങൾ എന്നിവയിലൂടെ ശിവനെ അനുഗ്രഹം നേടുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദേവതകൾ, പ്രത്യേകിച്ച് ബ്രഹ്മവിഷ്ണു, ഇന്ദ്രൻ ശിവനെ ഗൃഹസ്ഥനാക്കണം എന്ന ലക്ഷ്യത്തോടെ കാമദേവനെ അയക്കുന്നു. കാമദേവൻ ശിവൻ ധ്യാനത്തിലിരക്കെ മനസ്സിളക്കുവാൻ ശ്രമിക്കുന്നു. ശിവൻ കണ്ണു തുറന്നു കാമദേവനെ അഗ്നിയിലൂടെ ദഹിപ്പിക്കുന്നു. ഇതാണ് കാമദഹനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാർവതിയാകട്ടെ തൻ്റെ മഹാതപസ്സിൽ താൻ പ്രാപ്തിയാകുമെന്ന് തെളിയിക്കുവാൻ അതികഠിനമായ തപസ് തന്നെ ചെയ്തു. ഉപവാസം, പഞ്ചാഗ്നിസാധന, അതികഠിനമായ തപോനിഷ്ഠകൾ എന്നിവ നടത്തുന്നു. തപസ്സിൻ്റെ ശക്തിക്ക് മുന്നിൽ ദേവലോകം അടങ്ങിപ്പോകുന്നു. ശിവഭഗവാൻ പാർവതീദേവിയെ പരീക്ഷിക്കുവാൻ തുടങ്ങുന്നു. ശിവനാകട്ടെ പരീക്ഷയിലൂടെ പാർവതീദേവിയുടെ ഭക്തിയെയാണ് പരിശോധിക്കുന്നത്. കാവ്യാത്മകമായ രീതിയിൽ ശിവൻ തന്നെ വിമർശിക്കുന്ന വേഷത്തിൽ പാർവതിയെ പരീക്ഷിക്കുന്നു. പാർവതി തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. ശിവപാർവതി വിവാഹമാണ് പിന്നീട് വിവരിക്കുന്നത്. പാർവതിയുടെ ഭക്തിയെയും തപസ്സിനെയും അംഗീകരിച്ച് ശിവഭഗവാൻ വിവാഹത്തിന് സമ്മതിക്കുന്നു. ദേവതകളുടെ സാന്നിധ്യത്തിൽ വിശ്വവിഖ്യാതമായ ശിവപാർവതി കല്യാണം നടക്കുന്നു. ഈ കല്യാണം ഭൗതികവും ആധ്യാത്മികവുമായ ഘടകങ്ങൾ തമ്മിലുള്ള യൂണിയനാണ്. അവയെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. ശിവശക്തി ബന്ധം. അടുത്തത് കുമാരകാന്ഡമാണ്. കുമാരകാന്ഡത്തിൽ പ്രധാനമായും ശിവപാർവതി ദമ്പതികളുടെ പുത്രനായ കുമാരൻ എന്നറിയപ്പെടുന്ന കാർത്തികേയൻ്റെ ജനനവും ബാല്യവും താരകാസുരവധവും സംബന്ധിച്ചുള്ള കഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താരകാസുരൻ ഒരു മഹാ അസുരനായിരുന്നു. ബ്രഹ്മാവിൽ നിന്ന് വരദാനം നേടിയയാൾ. ആരും അവനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നില്ല എന്നല്ല, ആർക്കും തന്നെ അതിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ശിവനിലും പാർവതിയിലും ജനിക്കുന്ന പുത്രന് മാത്രമേ അവനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ശിവനാകട്ടെ ഗൃഹസ്ഥനാകാതെ തപസ്സിലുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താരകാസുരൻ ഭയമില്ലാതെ ലോകത്തിൽ അധർമ്മം വിതച്ച് നടന്നത്. വിവാഹശേഷം ശിവഭഗവാൻ തൻ്റെ ദിവ്യബീജം ഉദ്ഗമിപ്പിക്കുന്നു. അത്ര ശക്തിയുള്ള ബീജം ദേവതകൾക്ക് പോലും സഹിക്കാനാകാത്ത വിധം ഉഷ്ണം നിറഞ്ഞതായിരുന്നു. അതിനെ അഗ്നിദേവൻ ഏറ്റുവാങ്ങുന്നു. എന്നാൽ അദ്ദേഹത്തിനും അത് താങ്ങുവാൻ സാധിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം ഗംഗാ തീരത്ത് അത് ഉപേക്ഷിക്കുന്നു. ശിവഭഗവാന്റെ ബീജം ഗംഗയുടെ മടിത്തട്ടിലായി. ശരവണ പൊയ്കയിൽ അത് 6 കുഞ്ഞുങ്ങളായി ജനിക്കുന്നു. കൃതികാ മാതാക്കൾ ആ കുട്ടികളെ പരിപാലിക്കുന്നു. പിന്നീട് പാർവതി ഈ 6 കുഞ്ഞുങ്ങളെയും ചേർത്ത് ഒരു ബാലകനാക്കി. കൃതികാ മാതാക്കളാൽ പോഷിതനായവൻ എന്ന പേരിൽ കാർത്തികേയൻ എന്നറിയപ്പെടുന്നു.
ആറുമുഖങ്ങളുള്ളതിനാൽ ഷൺമുഖൻ എന്ന പേരും സുബ്രഹ്മണ്യൻ, സ്കന്ദൻ, ശരവണഭവൻ, ഗുഹൻ, മുരുകൻ തുടങ്ങിയ വിവിധ പേരുകളും ശ്രീകുമാരന് ഉണ്ടായി. കുട്ടിക്കാലത്ത് തന്നെ ആർക്കും തുല്യനാകാത്ത ധൈര്യവും ജ്ഞാനവും കുമാരൻ പ്രാപിക്കുന്നു. ബ്രഹ്മാവിനോടും ഇന്ദ്രനോടും വാദം നടത്തുന്ന പല ഘട്ടങ്ങളും ഉണ്ടായി. ശ്രീ ശിവൻ തന്നെയാണ് അധ്യാപകൻ എന്ന രീതിയിൽ സ്കന്ദഗുരു എന്നും പറയുന്നുണ്ട്. വിഷ്ണുവാണ് ചില കഥകളിൽ പ്രതിപാദിക്കുന്നത്. കാർത്തികേയൻ ദേവസേനയുടെ നേതൃത്വത്തിൽ താരകാസുരനോട് യുദ്ധം ചെയ്യുന്നു. തീക്ഷ്ണമായ യുദ്ധം തന്നെയാണ് നടക്കുന്നത്. വേലായുധം ഉപയോഗിച്ച് കുമാരൻ താരകാസുരനെ സംഹരിക്കുന്നു. ഈ സംഭവത്തെ താരക സംഹാരം എന്നും വിളിക്കുന്നുണ്ട്. യുദ്ധവിജയത്തിന് ശേഷം ദേവസേനയെ കാർത്തികേയൻ വിവാഹം കഴിക്കുന്നു. ദേവസേന ഇന്ദ്രൻ്റെ പുത്രിയാണ്. പിന്നീട് അദ്ദേഹം ദേവസേനാ നായകൻ എന്നാണ് അറിയപ്പെട്ടത്. ദേവസേനയുടെ നാഥൻ അല്ലെങ്കിൽ ദേവസൈന്യങ്ങളുടെ പ്രധാനി എന്ന നിലയിൽ. ഇതിൽ പറയുന്ന തത്വങ്ങൾ എന്തെന്നാൽ, ധർമ്മത്തിനും ആധ്യാത്മികതയ്ക്കും വേണ്ടി ദൈവം അപരിമിതമായ ശക്തികൾ കൊണ്ട് കൈകാര്യം ചെയ്യുന്നു. തപസ്സും ശുദ്ധതയും ഉണ്ടെങ്കിൽ ദൈവിക ശക്തികൾ ജനിക്കുന്നു. കാർത്തികേയൻ ധൈര്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. ശിവശക്തിയുടെ ഐക്യത്തിൽ നിന്നാണ് ശക്തമായ സഞ്ചാരശക്തിയായ കുമാരൻ ജനിക്കുന്നത്. അടുത്തത് യുദ്ധകാന്ഡമാണ്. ഇതിലെ ആദ്യത്തേത് ത്രിപുരാസുര വധമാണ്. ത്രിപുരാസുരന്മാർ 3 പേരാണ്: താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുമാലി. ഇവർ 3 പേരും ബ്രഹ്മാവിൽ നിന്ന് തപസ് ചെയ്ത് ഒരു വലിയ വരദാനം നേടിയിരുന്നു. അവർക്ക് 3 നഗരങ്ങൾ ലഭിക്കുന്നു: സ്വർഗത്തിൽ, ഭൂമിയിൽ, പാതാളത്തിൽ. ഇവ വ്യത്യസ്ത സമയങ്ങളിൽ ഒരേ രേഖയിൽ വരുമ്പോൾ മാത്രമേ തങ്ങൾ നശിപ്പിക്കപ്പെടാവുള്ളൂ. അതായിരുന്നു ആ വരം. അവർ ത്രിപുരം എന്ന ഈ 3 നഗരങ്ങളിൽ നിന്നായി ലോകത്തെ ഭരിക്കുന്നു. അവർ അധികാരത്തിൽപ്പെട്ട് ദേവതകളെ അപമാനിക്കുന്നു. ധർമ്മം ഇല്ലാതാകുന്നു. ദേവതകൾ ശിവഭഗവാനെ കണ്ട് അഭ്യർത്ഥിക്കുന്നു. ശിവൻ തപസ്സിലായിരുന്നു, എന്നാൽ ധർമ്മ സംരക്ഷണത്തിന് തയ്യാറാകുന്നു. അങ്ങനെ ദേവതകൾ ഒരു ദിവ്യരഥം നിർമ്മിക്കുന്നു. ശിവഭഗവാൻ ഈ ദിവ്യരഥത്തിലേറി തൻ്റെ പശുപതാസ്ത്രം ഉപയോഗിച്ച് യുദ്ധത്തിനായി പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം 3 നഗരങ്ങളും ഒരേ രേഖയിൽ വരുന്നു. അതവരെ നശിപ്പിക്കാൻ വേണ്ട ഏക അവസരമായിരുന്നു. ശിവഭഗവാൻ ഒരമ്പ് കൊണ്ട് 3 നഗരങ്ങളെയും തകർക്കുന്നു. അങ്ങനെ ത്രിപുരാസുരന്മാർ നശിക്കുന്നു. ദേവതകൾ സന്തോഷിച്ചു. ശിവന്റെ ശാന്ത സ്വഭാവം തിരിച്ചെത്തുന്നു. ഇവിടുത്തെ തത്വമെന്തെന്നാൽ, അഹംഭാവത്തിൻ്റെ തകർച്ചയും ആത്മീയ വിജയവുമാണ്. ശിവഭഗവാൻ ത്രിപുരം നശിപ്പിച്ച് ലോകത്തെ മോചിപ്പിക്കുന്നു. ജ്ഞാനത്തിൻ്റെ അഗ്നി പോലെയാണ് അദ്ദേഹം. അടുത്ത യുദ്ധം ജാലാന്തരനുമായിട്ടുള്ളതാണ്. സമുദ്രജലത്തിൽ നിന്നാണ് ജാലാന്തരൻ്റെ ജനനം. അവൻ്റെ തപസ്സിൽ സന്തോഷിച്ച ബ്രഹ്മാവ് അവനെ അജേയനാക്കുന്നു. വൃന്ദയുടെ പാതിവൃത്യത്തിൻ്റെ ബലം കൊണ്ട് നിന്നെ ആരും ജയിക്കാനാവില്ല എന്ന വരദാനവും നൽകുന്നു. വൃന്ദ ജാലാന്തരൻ്റെ പത്നിയാണ്. ജാലാന്തരൻ ദേവതകളെ തോൽപ്പിക്കുകയും ഇന്ദ്രനെയും വിശ്വദേവദേവതകളെയും കീഴടക്കുകയും ചെയ്യുന്നു. ദേവതകൾ ശിവഭഗവാനെ ശരണം പ്രാപിക്കുന്നു. എന്നാൽ ജാലാന്തരൻ്റെ അഹങ്കാരം മറികടന്നു. അവൻ ശിവനെ ആക്ഷേപിക്കുന്നു. പാർവതിയെ തനിക്ക് വിട്ടുതരണം എന്നാവശ്യപ്പെട്ടു. ഇതോടെ ശിവഭഗവാൻ യുദ്ധത്തിന് തയ്യാറാകുന്നു. വൃന്ദയുടെ പാതിവൃത്യം കൊണ്ട് അദ്ദേഹത്തിന് പരാജയമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ വിഷ്ണു ജാലാന്തരൻ്റെ രൂപം കൈക്കൊണ്ട് വൃന്ദയോട് ചേർന്ന് പാതിവൃത്യത്തിന് ലംഘനമുണ്ടാക്കുന്നു. വൃന്ദ ഇതറിഞ്ഞ് ശപിക്കുന്നു. വിഷ്ണുവെ, നീയും ഭാര്യയും വേർപെടും. സ്ത്രീവിരഹം നീ അനുഭവിക്കും. വൃന്ദയുടെ പാതിവ്രതശക്തി നഷ്ടപ്പെട്ടതോടെ ശിവഭഗവാൻ മഹായുദ്ധത്തിൽ ജലാന്തരനെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ അവനെ വധിക്കുകയും ചെയ്യുന്നു. വൃന്ദയുടെ ഹൃദയം തകർന്നുപോയി. വിഷ്ണുവിനെ ശപിച്ചതിന് ശേഷം തീയിൽ ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് അവളിൽ നിന്ന് തുളസി എന്ന ഔഷധ സസ്യം ജനിക്കുന്നു. തുളസി ദേവി എന്ന് പിന്നീട് വൃന്ദ അറിയപ്പെടുകയും ചെയ്തു. ഈ കഥ തന്നെയാണ് ശംഖചൂഡ യുദ്ധവുമായി ബന്ധപ്പെട്ടും പറയുന്നത്. വിഷ്ണു തുളസിയുടെ സതീഭക്തി ലംഘിച്ച് പാതിവൃത്യം തകർക്കുന്നു. പിന്നെ ശിവഭഗവാൻ ശംഖചൂഡിനെ വധിക്കുന്നു എന്നാണ് കഥ. പിന്നീട് വരുന്നത് അന്തക യുദ്ധമാണ്. ശിവനും പാർവതിയും തമ്മിലുള്ള തപസ്സിൻ്റെ ഫലമായ ദിവ്യശക്തിയിൽ നിന്നാണ് അന്തകൻ്റെ ജനനം. ദൈവികതയിൽ നിന്നാണ് അവൻ്റെ ഉദ്ഭവം. അതുകൊണ്ട് അന്തകൻ്റെ മൂലത്വം നല്ലതായിരുന്നെന്നും ദിവ്യമായിരുന്നെന്നും പറയുന്നു. അവൻ്റെ മനസ്സിൽ അഹം, മോഹം, കാമം എന്നിവ വളർത്തി. പാർവതിയെ നേടണമെന്ന് ആഗ്രഹിച്ചു. അതാണ് ഗുരുതരമായ അശുദ്ധി. അതിനാൽ അദ്ദേഹം അസ്വസ്ഥതയുടെയും അജ്ഞാനത്തിൻ്റെയും പ്രതീകമായ അസുരനായി മാറി. അതായത് ഉറവിടം ശുദ്ധമെങ്കിലും അനുഭവത്തിൽ, അതായത് ജീവിതത്തിൽ ശരിയായ ദിശയിൽ പോകാതിരുന്നാൽ ആ ദിവ്യത ദോഷമായി മാറും. ഒരു ശുദ്ധജലം ഒരു മോശം പാത്രത്തിൽ വെച്ചാൽ ദൂഷിതമാകുന്നത് പോലെ
ദൈവികതയുടെ ഉരുവായി ജനിച്ച അന്തകനെന്ന ആ അസുരൻ തൻ്റെ നിലപാടുകളാൽ അസുരത്വം സ്വീകരിച്ചു. അതിനാൽ അന്തകൻ്റെ കഥ നമ്മോട് പറയുന്നത് ദൈവിക ഉറവിടത്തിൽ നിന്നുണ്ടായാലും ജീവിതത്തിൽ ധർമ്മത്തെ പാലിക്കാഞ്ഞാൽ ആ ദൈവികത അവന് ദോഷമായി മാറുമെന്നാണ്. ശിവൻ അന്തകനെ വധിക്കുകയും പിന്നെ ക്ഷമിക്കുകയും ചെയ്തു. അന്തകനെ ഗണാധിപനാക്കി മാറ്റുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം, പാപത്തിൽ വീണാലും കനിവോടെ ശരണം ചേർന്നാൽ ദൈവം നമ്മെ വീണ്ടും ഉയർത്തുമെന്നുള്ളതാണ്. യുദ്ധകാണ്ഡത്തിൽ വിവരിക്കുന്ന മറ്റു യുദ്ധങ്ങൾ ഏതെന്നാൽ ഗജാസുരം, ദുന്ദുഭി നിരഹൃത, വിടല ഉൽപ്പല തുടങ്ങി നിരവധി അസുരന്മാർക്കെതിരെ ശിവൻ യുദ്ധം പ്രചരിപ്പിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്തതാണ്. ശിവപുരാണത്തിലെ രുദ്രസംഹിതയുടെ മഹത്തായ ഭാഗമായ യുദ്ധകാണ്ഡം നമ്മെ ധർമ്മവും അധർമ്മവും എന്തെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇത് നമ്മെ കാട്ടിത്തരുന്നത് എന്തെന്നാൽ നമ്മളിൽ ഓരോരുത്തരിലും അടങ്ങിയിരിക്കുന്ന അജ്ഞാനവും അഹങ്കാരവുമാണ്. ധർമ്മം വഴിതെറ്റുമ്പോൾ ദൈവം ഇടപെടുന്നു. പാപം ചെയ്താലും ഭക്തിയോടെ സമർപ്പണമുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കും. ആന്തരിക അസുരശക്തികളെ തോൽപ്പിക്കുവാൻ ശിവനാമം അത്യുത്തമമാണ് എന്നാണ് നമ്മെ കാട്ടിത്തരുന്നത്. അത് മനസ്സിനെ ശുദ്ധമാക്കാനുള്ള പോരാട്ടമാണ്. മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കാനുള്ള ദർശനമാണ്. രുദ്രസംഹിതയുടെ ശിവദർശനം എന്തെന്നാൽ ചുരുക്കത്തിൽ ഇങ്ങനെ നമുക്ക് പറയാം. ശിവഭഗവാൻ യോദ്ധാവായി, തപസ്വിയായി, പിതാവായി, ഗുരുവായി, മികച്ച സ്നേഹത്തോടെ നമ്മെ രക്ഷിക്കുന്ന നടരാജനായി നിലനിൽക്കുന്നു. ശിവഭക്തി എന്നാൽ ആത്മജയമാണ്, അതിൽ കൂടിയുള്ള മോക്ഷമാർഗവും. ഈ സംഹിതയുടെ വായനയും മനനവും നമ്മെ വാക്കിലും മനസ്സിലും ശുദ്ധിയിലേക്കുമാണ് നയിക്കുന്നത്. അഹം ഇല്ലാതാക്കുന്ന ശിവദർശനമാണ് ഇവിടെയുള്ളത്. നമഃശിവായ ശാന്തായ നാഥായ ഗുണശാലിനി നമഃശിവായ സിദ്ധായ നിത്യം ബ്രഹ്മായ തേജസ്സേ. ശാന്തനും ഗുണസമ്പന്നനുമായ എല്ലായ്പ്പോഴും സിദ്ധനും ബ്രഹ്മസ്വരൂപനുമായ ശിവനെ നമസ്കരിക്കുന്നു. ഈ സംഹിതയുടെ സന്ദേശം എളുപ്പമാണ്. ആത്മജയം അതുണ്ടെങ്കിൽ ദൈവം നമ്മിൽ വസിക്കും. അഹങ്കാരം തോൽക്കുമ്പോൾ ശിവൻ നമുക്ക് വിജയം നൽകും. തപസ്സും ശക്തിയും ചേർന്നാൽ മോക്ഷവും സാധ്യമാകും. എത്ര എത്ര നിലയ ശംഭോ തത്ര തത്ര നമോ നമഃ. എത്ര ശിവകഥാശ്രുത്യതേ തത്ര ശാന്തിർഭവേനുജം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാകുന്നു: ശിവഭഗവാൻ എവിടെയുണ്ടായാലും അവിടെയും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും നമസ്കാരം ചെയ്യുന്നു. ശിവകഥകൾ കേൾക്കപ്പെടുന്നിടത്തോളം അവിടെ ശാന്തിയും അനുഗ്രഹവും നിലനിൽക്കട്ടെ. ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം ഈ ശ്രവണത്തിലൂടെ ഓരോരുത്തരുടെയും ആത്മാവിലേക്കും ധർമ്മപദത്തിലേക്കും വന്നു ചേരട്ടെ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ.